ജീവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. എബ്രായലേഖനം 10-38 എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതിൻ്റെ മുന്നും പിന്നുമുള്ള വാക്യങ്ങൾ കൂടെ ചേർത്ത് വേണം അത് വായിക്കാൻ. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ പിന്നാലെ നോക്കാം. എന്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? വളരെ പ്രസിദ്ധമായ സാധാരണ ദൈവജനത്തിനെല്ലാം സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിനു മുൻപ് അതിൻ്റെ ഒരു പശ്ചാത്തലം അല്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ 10-ാം അധ്യായത്തിൽ തന്നെ എന്തുകൊണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം കാണാം. എൻ്റെ 32-33 വാക്യങ്ങൾ വായിച്ചാൽ, എന്നാൽ നിങ്ങൾ പ്രകാശം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവകാൻ അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. അവരുടെ ഭൂതകാലത്തെക്കുറിച്ച് പറയുന്നു. അല്ലെങ്കിൽ കർത്താവിനെ കണ്ടെത്തിയതിന് ശേഷമുള്ള കണ്ടെത്തിയ അവരുടെ കാലത്തിലെ അനുഭവം അപ്പോസ്തലൻ അവിടെ ഓർപ്പിക്കുന്നു. ഈ ലേഖനം എഴുതുവാനുള്ള പശ്ചാത്തലം അതിൻ്റെ 1 മുതൽ 9-10 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുന്നത് തന്നെ മനസ്സിലാകും. വിശ്വാസത്തിൽ മുന്നോട്ട് വന്ന് നമ്മളിപ്പോൾ ചിന്തിച്ച വാക്യമനുസരിച്ച് ആ കർത്താവിനെ കണ്ടെത്തി, പ്രകാശം ലഭിച്ചു, ആത്മീയമായി ഈ പ്രകാശം ലഭിക്കുകയും സ്വർഗീയമായതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രാപിക്കുകയും ചെയ്തവർ ആ സ്വർഗീയ സമ്പത്തിൻ്റെ കാലാന്തരത്തിൽ അതിൻ്റെ മാധുര്യം കുറേശ്ശെയൊക്കെ കുറഞ്ഞതായി മങ്ങിപ്പോയതായിട്ട് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശം ലഭിച്ച ശേഷം, മാത്രമല്ല പൂർവ്വകാലം ഓർത്തുകൊള്ളു എന്ന് പറയുമ്പോൾ മുൻകാലങ്ങൾ രക്ഷിക്കപ്പെട്ട നാളുകളിലെ അവസ്ഥ ഇപ്പോൾ ഇല്ലാതെ വന്നതായിട്ട് കാണാം. 5-6 അധ്യായങ്ങളിലും പറയുന്നുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ടെങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരാകിയാൽ തെളിയിച്ചു തരാൻ പ്രയാസമെന്ന് 5-ാം അധ്യായത്തിലും 6-ാം അധ്യായം 2 ഭാഗത്തും അതിനെക്കുറിച്ച് കാണാം. അപ്പോൾ ആത്മീയമായൊരു മന്ദത അവർക്ക് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാലം നോക്കിയാൽ ഉപദേശകന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് നീതിയുടെ ബാലപാഠം തന്നെ വീണ്ടും പഠിപ്പിക്കേണ്ടി വന്നിരിക്കുന്നെന്നും അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? യഹൂദന്മാരിൽ നിന്ന് കർത്താവിനെ കണ്ടെത്തിയ ജനം കാലാന്തരത്തിൽ ഏത് സ്ഥലമാണെന്ന് കൃത്യമായി പറയുന്നില്ല. മാത്രമല്ല എഴുതിയ ആളിനെയും ഇവിടെ സൂചിപ്പിക്കുന്നില്ല. പൊതുവേ ദൈവജനം പൊതുവെ വേദപണ്ഡിതന്മാർ പറയുന്നത് പൗലോസ് തന്നെയാണ് അത് എഴുതിയതെന്ന ചില വിയോജിപ്പുമുണ്ട്. അത് ഓർമ്മിക്കട്ടെ. ഇവർ വിശ്വാസത്തിൽ വന്ന് കർത്താവിനെ വളരെ സന്തോഷത്തോടെ സേവിച്ച് സമ്പത്തുകളുടെ അഭാരവും സന്തോഷത്തോടെ സഹിച്ച് അങ്ങനെ ജീവിച്ചു വരവേ കാലാന്തരത്തിൽ പതുക്കെ മാന്യമുള്ളവരായി മാറി. വീണ്ടും കർമാചാരങ്ങൾക്ക് മടങ്ങിപ്പോകാൻ ഉള്ള മനോഭാവം അവർക്കുണ്ടായപ്പോൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാനും വിശ്വാസമാർഗത്തിൻ്റെ ശ്രേഷ്ഠത അവരെ ഓർപ്പിക്കുവാനുമാണല്ലോ അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയത്. അപ്പോൾ ആ 1-ാം അധ്യായം മുതൽ തന്നെ ഈ മാർഗത്തിൻ്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ വിശ്വാസ മാർഗത്തിൻ്റെ ശ്രേഷ്ഠത സൂചിപ്പിച്ചാണ്. 1-ാം അധ്യായത്തിൽ ദൂതന്മാരെക്കാൾ 1-2 അധ്യായങ്ങൾ നോക്കിയാൽ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ, 3-ാം അധ്യായത്തിൽ മോശയേക്കാൾ വലിയവൻ, അഹരോനേക്കാൾ വലിയവൻ, അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ വലിയവൻ, മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ വേറെ ഒരു പുരോഹിതനായി അവനെ അടയാളപ്പെടുത്തുന്നു. അത് മാത്രവുമല്ല, പിന്നീട് യാഗങ്ങളെക്കുറിച്ച് ലേവ്യ യാഗങ്ങളെക്കാൾ അവൻ്റെ പരമയാഗം ഏറ്റവും പ്രധാനപ്പെട്ട. ചുരുക്കി പറഞ്ഞാൽ ഈ ക്രിസ്തീയ മാർഗത്തിൻ്റെ വിശ്വാസ മാർഗത്തിൻ്റെ ശ്രേഷ്ഠത, ഉത്തമമായ മാർഗം എന്തെന്ന് ഓരോ അധ്യായങ്ങളിൽ കൂടെ വളരെ വ്യക്തമായി പഴയ നിയമ തിരുവെഴുത്തുകൾ ഉദ്ധരിച്ച് തന്നെ അപ്പോസ്തലൻ വിവരിക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മറ്റു മുൻ അധ്യായങ്ങളെല്ലാം ഉണ്ടല്ലോ, അങ്ങോട്ടെങ്ങും പോകുന്നില്ല. എന്നിട്ട് 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരുമ്പോൾ 1-ാം വാക്യത്തിൽ തന്നെ
അപ്പോസ്തലൻ പറയുന്നുണ്ട്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴൽ അല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സ്ഥൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അപ്പോൾ ന്യായപ്രമാണം തികവുള്ളതാണ്, ശരി. പക്ഷേ അതിനേക്കാൾ വലിയൊരു പ്രമാണം, വിശേഷതയേറിയ പ്രമാണം പല ഭാഗത്തും എബ്രായ ലേഖനത്തിൽ കാണുന്നതാണ്. വിശേഷതയേറിയ വാഗ്ദത്തം, വിശേഷതയേറിയ പ്രമാണങ്ങൾ. അപ്പോൾ അതിനേക്കാൾ ന്യായപ്രമാണത്തെക്കാൾ വിശേഷതയേറിയ ഒരു മാർഗം. ഒടുവിൽ 10-ാമത്തെ അതിനെക്കുറിച്ചും പറഞ്ഞു. എൻ്റെ 19-ാം വാക്യത്തിൽ യേശു തൻ്റെ ദേഹമെന്ന തിരിശയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചുള്ള ധൈര്യവും ദൈവാലയത്തിന്മേലും മഹാവിരോധവും നമുക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ മാർഗത്തിന് നിത്യകൂടാരത്തിലേക്കുള്ള പ്രവേശനവും അതിന് എന്തൊക്കെ ചെയ്തു എന്നൊക്കെ വിശദമായിട്ട് തിരുവെഴുത്തുകളുടെ ബലം, മറ്റു വാക്കുകൾ പറഞ്ഞാൽ പഴയ നിയമ തിരുവെഴുത്തുകളുടെ ബലം ഉദ്ധരിച്ച് അതിൽ അപ്പോസ്തലൻ സ്ഥാപിച്ചു. എന്നിട്ടാണ് പറഞ്ഞത്, ഇതിനൊക്കെ ചില വാണിങ്ങുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ചുരുക്കി പറഞ്ഞാൽ പിന്മാറിപ്പോവാൻ, ആത്മീയമായി തണുത്ത് പിന്മാറിപ്പോവാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കൂട്ടം ജനത്തെ, കർമാചാരങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കൂട്ടം ജനത്തെ മടക്കി വരുത്തുവാൻ ഉദ്ദേശിച്ച് ഇത് വിശ്വാസമാർഗത്തിൻ്റെ യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ എത്ര ശ്രേഷ്ഠമെന്ന് വിശദീകരിച്ച് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ നമ്മുടെ ചിന്താ വിഷയമായ വാക്യം പറഞ്ഞത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വാക്യം വാസ്തവത്തിൽ ഹബക്കൂക്ക് 2-ാം അധ്യായത്തിൽ നിന്ന് ഉള്ള ഒരു ഉദ്ധരണിയാണ്. അതിന് മുൻപൊരു കാര്യം പറഞ്ഞു. 36-ാം വാക്യത്തിൽ ദൈവേഷം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് അല്പം സഹിഷ്ണുത കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഇനിയും അല്പകാലം കഴിഞ്ഞിട്ട് വരാനുള്ളതെന്ന് വരും, താമസിക്കുകയില്ല. എന്നിട്ടാണ് പറഞ്ഞത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ വിശ്വാസ മാർഗത്തിന് എന്താ പ്രത്യേകത? വിശ്വാസത്താലുള്ള ജീവിതത്തിലുള്ള പ്രത്യേകത, സവിശേഷത എന്താണ്? പ്രധാനമായിട്ട് 5 കാര്യങ്ങൾ, 5 ചിന്താവിഷയങ്ങൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റ വീഡിയോ കൊണ്ട് തീരാൻ സാധ്യതയില്ല. കർത്താവിനെ ചോദിച്ചാൽ ഒന്നുകൂടെ 1-2 കൂടെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് നമുക്ക് വിശദമായി ചിന്തിക്കാം. എന്താണ് വിശ്വാസ മാർഗത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ വിശ്വാസമുള്ള ജീവിതം അതെന്താണ്? അതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കത് എല്ലാവർക്കും അത് വേണ്ടതല്ലേ? മാത്രമല്ല, അത് പറയുമ്പോൾ അവിടെ ഒരു വാക്യം കൂടെ പറയും, എൻ്റെ നീതിമാൻ. എല്ലാവരും വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞില്ല, എല്ലാ വിശ്വാസവും ശരിയാണെന്നും പറഞ്ഞില്ല. 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഒരു ഭയങ്കരമായ വാണിംഗ് അവരോട് പറയുന്നത് കാണാം. ജീവനുള്ള ദൈവത്തെ തേച്ച് കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ എന്ന് 3-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ ആരിൽ വിശ്വാസം വയ്ക്കുക? ആരിലുള്ള വിശ്വാസമാണ്? ആരാണ് വിശ്വാസം വയ്ക്കുക? എൻ്റെ നീതിമാൻ. ചില ഭാഷാന്തരങ്ങളിൽ എൻ്റെ എന്നില്ല, ഈ ഹബക്കൂക്കിലും എൻ്റെ എന്ന് കാണുന്നില്ല. എന്നാൽ ഇവിടെ മാത്രമേ എൻ്റെ എന്നുള്ളൂ. അതൊരു അവകാശം സൂചിപ്പിക്കുന്ന ഒരു പദമാണല്ലോ എൻ്റെ നീതിമാൻ, എൻ്റെ വക എന്ന് പറയുന്ന പോലെ. അവൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പം നീതിമാനാകുന്നത് എങ്ങനെ? ന്യായമായൊരു ചോദ്യമാണ്. പുതിയ നിയമത്തിൽ 2 വിധ നീതീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, പൗലോസ് തന്നെ തൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്നുള്ള നീതിയല്ല, ന്യായപ്രമാണം അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. അതല്ല വിശ്വാസമുള്ള നീതി. മറ്റു വാക്കിൽ പറഞ്ഞ റോമാലേഖനം 3, 4, 5 അധ്യായങ്ങൾ വായിച്ചാൽ അതിൻ്റെ വിശദീകരണം കാണാം. പാപിയായ മനുഷ്യൻ അവൻ പാപത്തിന് രക്ഷപ്പെടാൻ, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതിരിക്കുമ്പോൾ അവന് വേണ്ടി പാപമില്ലാത്ത ഒരുത്തൻ
അവൻ്റെ പാപത്തെ വഹിക്കാൻ ഇറങ്ങി വന്നു. അവൻ്റെ പാപം മുഴുവൻ പാപമില്ലാത്ത ആ നീതിമാനിൽ ചുമത്തിയപ്പോൾ ഈ പാപിയെ കുറ്റവാളിയല്ല എന്ന് പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ പാപം ഏറ്റ യോഹന്നാൻ പറഞ്ഞ പോലെ ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇവിടെ യശാപ്രവചനം 53-ാം അധ്യായത്തിൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമുക്ക് നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷാവിധി അവൻ്റെ മേലായി എന്ന് പറഞ്ഞതുപോലെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു. അപ്പോൾ അവൻ്റെ മേൽ നമ്മുടെ മാത്രമല്ല, 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലുണ്ടല്ലോ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പത്രോസ് പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണ്ടാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ അഭക്തരായ നാം, പാപികളായ നാം, അതിന് ശിക്ഷാർഹരായ നാം അതിൽ നിന്ന് ഒരു മോചനത്തിനും വഴി കാണാതിരിക്കുമ്പോൾ ഈ പാപമെല്ലാം വഹിച്ച് കർത്താവായ യേശുവിന്മേൽ ആ പാപം ചുമത്തി, അങ്ങനെ പാപം ചുമത്തപ്പെട്ട യേശു നമ്മുടെ കുറ്റം വഹിക്കിയാൽ അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ്റെ മേലുള്ള പാപം എല്ലാം ചുമത്തി എന്നെ നീതിമാനായി പ്രഖ്യാപിക്കുന്നു. ആര് വിശ്വസിക്കുന്നു? പൗലോസ് വിശ്വാസമുള്ള നീതി തന്നെ ലഭിച്ച് വിശ്വാസം മൂലം, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും പൗലോസ് ആഗ്രഹിക്കുന്നതാ. ന്യായപ്രമാണപ്രകാരം അവൻ കുറ്റമറ്റവനാണ്, പക്ഷേ ആ നീതി ദൈവസ്ഥൽ കണക്കിടുന്നില്ല. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള നീതി അത് വിശ്വസിക്കുന്നവന്, കർത്താവ് യേശുവിൽ ആശ്രയിക്കുന്നവന് മാത്രം, അവൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്നതിന് മാത്രം കണക്കിടുന്ന ആ നീതി ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ എൻ്റെ നീതിമാൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തെ ഏറ്റുപറഞ്ഞ് അതിൽ വിശ്വസിച്ച് തന്നെത്താൻ കർത്താവിന് സമർപ്പിക്കുന്ന അങ്ങനെ പാപക്ഷമം പ്രാപിച്ചവനെ അവൻ്റെ നീതിമാനാകുന്നുള്ളൂ. അപ്പോൾ ആ നീതിമാനാണ് വിശ്വാസത്താൽ അവനാണ് ഇങ്ങനെ ജീവിക്കാൻ അർഹത. ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ, ഈ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ചില ആളുകൾ പറയും, ഞാൻ വിശ്വാസ ജീവിതക്കാരനാണ്, അല്ലെങ്കിൽ വിട്ടും വെറുത്തും എല്ലാം കളഞ്ഞ് പൂർണ്ണ ആശ്രയത്തോടെ ജീവിക്കുക എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് മാത്രമല്ല, ഇത് ആർക്കും നീതിമാനായി ദൈവം പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടെയുള്ള നീതി പ്രാപിച്ച ആരും ജീവിക്കേണ്ടതാണ് വിശ്വാസത്താൽ. കാരണം വിശ്വാസമാണ്, യേശുവിലുള്ള വിശ്വാസമാണ് നമ്മുടെ സകല കാര്യത്തിനും ആധാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങളുടെ വിശ്വാസത്തിന് ജ്ഞാനത്തിൻ്റെ മനുഷ്യൻ്റെ ജ്ഞാനമല്ല അല്ല ദൈവശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്ന് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ദൈവശക്തി ആധാരമാക്കിയ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ആധാരമാക്കിയ വിശ്വാസമാണ്, അതിനാലാണ് അവൻ നീതീകരിക്കപ്പെടുന്നത്. ആ വിശ്വാസം, അവൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ വിശ്വാസത്താൽ ജീവിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 5 അനുഭവങ്ങൾ പങ്കുവെക്കാൻ എനിക്കുണ്ട്. കർത്താവിന് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഒന്ന്, എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തുള്ള ഏത് ജീവിതത്തെക്കാളും ഭാഗ്യമേറിയ ശ്രേഷ്ഠമായ ജീവിതമാണ് വിശ്വാസ ജീവിതം. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചേക്കാം. നേരത്തെ പറഞ്ഞല്ലോ, ഈ വിശ്വാസത്തിൻ്റെ ആധാരം യേശുക്രിസ്തുവാണ്, അതിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവാണ്. നാം എല്ലാം ലോകത്തിൽ ജീവിക്കുന്നു. ലോക ജീവിതവും വിശ്വാസ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ലോകത്തിൻ്റെ ചിന്താഗതിയും ലോകത്തിൻ്റെ കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത് പിശാചാണ്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. ഗലാത്യ ലേഖനത്തിലും ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് എന്ത് കാണാം? മാത്രമല്ല, കൊലോസ്യ ലേഖനത്തിൽ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി എന്ന് പറഞ്ഞ ഇരുട്ടിൻ്റെ അധികാരം, അതിലാണ് മുഴുവൻ ലോകവും. എന്നാൽ വിശ്വാസ ജീവിതം എന്താണ്?
ഇരുട്ടിൻ്റെ അധികാരത്തിലുള്ളതല്ല. കാരണം ഇതിൻ്റെ നാഥനാലാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം നാം വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. അത് തമിഴ് ഭാഷാന്തരത്തിൽ അതിങ്ങനെയാണ്: വിശ്വാസത്തെ തൂക്കുകാരും മുടിക്കുന്നവരുമാകിയ യേശുവെ പാരുങ്ങൾ. ആരംഭിക്കുന്നവനും അവസാനിപ്പിക്കുന്നവനും യേശുവാണ്. ഇതിൻ്റെ കാരണഭൂതൻ യേശുവാണ്. അപ്പോൾ അവനോ ഒരിക്കലും മാറാത്തവനാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും മാറാത്തവനെന്ന് എബ്രായ ലേഖനത്തിൽ തന്നെ ഉണ്ടല്ലോ 13-ാം അധ്യായത്തിൽ. അപ്പോൾ ഒരിക്കലും മാറാത്ത യേശു ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് ജീവിക്കുന്ന ഒരു ജീവിതം ലോകത്തിലേക്കും ശ്രേഷ്ഠമേറിയ ജീവിതമാണ്. ഞാൻ അടിക്കടി പറയാറുണ്ട്, ഈ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞു, ഫെയ്ത്ത് ഈസ് ആസ് ഗുഡ് ആസ് ഇറ്റ്സ് ഓബ്ജക്റ്റ്. വിശ്വാസം, നാം ഏതിൽ വിശ്വാസം വയ്ക്കുന്നോ അതിനെ ആശ്രയിച്ച് മാത്രമേ, അതിനോട് മാത്രമേ വിശ്വാസത്തിന് വിലയുള്ളൂ. അഴിഞ്ഞു പോകുന്ന വസ്തുവിൽ നാം വിശ്വാസം വെച്ചാൽ ആ വസ്തു അഴിഞ്ഞു പോകുമ്പോൾ അതിലുള്ള നമ്മുടെ വിശ്വാസവും പോയി. എന്നാൽ അഴിയാത്ത എന്നേക്കും നിലനിൽക്കുന്ന ജീവനുള്ള വാഗ്ദത്തങ്ങളിൽ നാം വിശ്വാസം വെക്കുമ്പോൾ, യുഗങ്ങളുടെ പാറയായ യേശു ക്രിസ്തുവിൽ നാം വിശ്വാസം അർപ്പിക്കുമ്പോൾ നാം എന്നേക്കും നിലനിൽക്കുന്നു. കാര്യം നമ്മുടെ അടിസ്ഥാനം, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഒരിക്കലും മാറിപ്പോകുന്നില്ല. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. നശ്വര വസ്തു ഏതായാലും അതിലാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ, ലോകത്തുള്ള ഏതുമാകട്ടെ, അതിലാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ അതെല്ലാം മാറിപ്പോവും, അതെല്ലാം അഴിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ വിശ്വാസം നിലനിൽക്കത്തില്ല. എന്നാൽ യേശുവിലുള്ള വിശ്വാസമോ, ക്രിസ്തു യേശുവിലെ വിശ്വാസമോ, ദൈവത്തിലുള്ള വിശ്വാസമോ, 1 പത്രോസ് 1:21 അധ്യായം വാക്യം വായിക്കുമ്പോൾ വ്യക്തമായി എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വിശ്വാസം ദൈവത്തിലായിരിക്കണമെന്ന്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന കർത്താവ്, അല്ലെങ്കിൽ കർത്താവായ യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തി അവൻ ഒരിക്കലും തളരുകയില്ല. അവൻ്റെ ജീവിതം ലോകത്തിലേക്കും ഭാഗ്യകരമാണ്. ഏത് കാര്യത്തിനും, ഏത് പ്രശ്നത്തിനും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ആ ജീവിതം, അതാണ് ഞാൻ പറഞ്ഞത്, ആ ജീവിതം ഭാഗ്യമേറിയ ജീവിതമാണ്. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, വിശ്വാസ ജീവിതം പോലെ ഭാഗ്യകരമായ ജീവിതം വേറെയില്ല. ഒരു പഴയ പാട്ടുണ്ട്, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്തീയ ജീവിതം പോലെ ഇത്ര ഭാഗ്യമാൻ ജീവിതം പാരിലെന്തുള്ളൂ. അത് ശരിയാണ്, വിശ്വാസ ജീവിതം എന്ന് തിരുത്തിയാൽ ഭംഗിയായി. ഇന്ന് ഇതെന്താണെന്നറിയാത്ത ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ വിശ്വാസം യേശു ക്രിസ്തുവിൽ, യുഗങ്ങളുടെ പാറയായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരുവനും ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, അത് ഈ ലോകത്തിലേക്കും ഭാഗ്യമേറിയ ജീവിതമാണ് വിശ്വാസ ജീവിതം എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഒരിക്കലും കൈവിടാത്ത, ഒരിക്കലും നിരാശയിലേക്ക് നടത്താത്ത, പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന, ധന്യതയിൽ നിന്നും ധന്യതയിലേക്ക് നയിക്കുന്ന ഉന്നതമായ അനുഭവം കൂടിയാണത്. അതവിടെ നിർത്തട്ടെ. ഇത് വിശദമായി ചിന്തിക്കാനാണെങ്കിൽ ഓരോ പോയിൻറ്റും ഓരോ വീഡിയോ ചെയ്യേണ്ടി വരും. അത് ഒത്തിരി സമയം ആകും. അതുകൊണ്ട് അതിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിടുകയാണ്. 2, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമാണ് വിശ്വാസ ജീവിതം. എന്നെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് വരുമ്പോൾ എന്താണത് അർത്ഥമാക്കുന്നത്? യേശു ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമാണ് വിശ്വാസ ജീവിതം. 1 പത്രോസ് 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. നമ്മുടെ ഭാഷാന്തരത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ എന്നുള്ളത് ചില ഇംഗ്ലീഷ് വേർഷനിൽ സാങ്ക്ടിഫൈ ദ ലോർഡ് ആസ് ഗാഡ് ഇൻ യുവർ ഹാർട്ട്സ്. കർത്താവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവമായി വിശുദ്ധീകരിപ്പീൻ. അപ്പോൾ രണ്ടാമത് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ വിശ്വാസം എന്ന് പറയും വാക്കിൻ്റെ വേദപുസ്തക പ്രകാരം പുതിയ നിയമത്തിൽ കാണുന്ന വിശ്വാസം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ആശയവും ആശ്രയമെന്നാണ്. ആശ്രയം,
പഴയ നിയമത്തിലുടനീളം ആശ്രയം കാണുന്നത്. അപ്പോൾ യേശുവിൽ ആശ്രയിക്കുക, കർത്താവായ യേശുവിൽ ആശ്രയിക്കുന്ന ജീവിതം. എഫെസ്യലേഖനം 3-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. എങ്ങനെ വസിക്കേണ്ടതിന്? പത്രോസ് പറഞ്ഞു, ഈ വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ അർത്ഥം മനസ്സിലാകും. വിരുന്നുകാരനായിട്ടല്ല, വല്ലപ്പോഴും വന്നു പോകുന്നയാളായിട്ടുമല്ല. യെരമ്യാവ് ചോദിക്കുന്നുണ്ട്, ഇസ്രായേലിൻ്റെ പ്രത്യാശയും കക്ഷങ്ങളിൽ അവൻ്റെ രക്ഷിതാവുമായുള്ളവേ, നീ ദേശത്ത് പരദേശിയെ പോലെയും ഒരു രാത്രി പാർപ്പാൻ കൂടാരമടിക്കുന്ന വഴിപോക്കനെ പോലെയും ആയിരിക്കുന്നുണ്ട്. ഇന്നിങ്ങനെയാണ് പലരുടെയും ജീവിതത്തിൽ. പലപ്പോഴും വന്ന് ആവശ്യത്തിന് മാത്രം ഉള്ള ഒരാളായിട്ടാണ് പലരുടെയും ജീവിതത്തിൽ. എന്നാൽ വിശ്വാസത്താൽ ജീവിക്കുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു പറയുമ്പോൾ അവൻ യേശു ക്രിസ്തുവിൽ അധിഷ്ഠിതമാണ് അവൻ്റെ ജീവിതം. ഈ 16-ാം സംഘത്തിൽ പുതിയ നിയമ ഇന്നത്തെ വിശ്വാസികളേക്കാൾ 16-ാം സങ്കീർത്തനക്കാരൻ അത് എഴുതിയ ദാവീദാണല്ലോ. അവൻ്റെ അനുഭവത്തിൽ അവൻ പറയുന്നതാണ്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല, നീ അല്ലാതെ ഒന്നും എനിക്കില്ല. ഇതാ വിശ്വാസ ജീവിതം. അങ്ങല്ലാതെ അവിടെ നിന്നല്ലാതെ എനിക്കൊന്നുമില്ല, ഒന്നും വേണ്ട. യഥാർത്ഥമായ ആശയം ഇതാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ലോകവും കുറച്ച് മറ്റ് ഒക്കെ ആയിട്ട് പോകുന്നതല്ല. പിന്നെയോ, നീ അല്ലാതെ എനിക്കൊന്നുമില്ല, നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഈ ആസാവും 73-ാം സംഘത്തിൽ പറഞ്ഞത് അങ്ങനെയാണല്ലോ, സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണോ ഇന്നത്തെ കാലത്ത് നാം? കാളനാദം വാനി മുഴങ്ങുമ്പോൾ പറന്നിടുമേന്നും പറയുന്ന, അങ്ങനെ കർത്താവ് വരുമ്പം കൂടെ പോകുന്നെന്ന് പറയുന്ന നാം യേശുവിനെ കൂടാതെ മറ്റ് പലതും ഉണ്ടെങ്കിൽ നാം വിശ്വാസത്താൽ ജീവിക്കുന്നവരല്ല. അല്ലെങ്കിൽ അവനെ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്തൃത്വം നടത്തുന്ന, ഭരണം നടത്തുന്ന സർവാധികാരി എൻ്റെ കർത്താവ്. നമ്മൾ ഒക്കെ പലയിടത്തും വീടുകൾ എഴുതി വെക്കുമല്ലോ, ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ്. ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. എന്ത് കാര്യം? സ്വയമല്ലേ നടത്തുന്നേ. ആ വീട് ഭരിക്കുന്ന പലപ്പോഴും സാത്താനായിരിക്കും. എന്നാൽ യേശുവിൽ വിശ്വാസ ജീവിതം അതല്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുമ്പോൾ അവന് യേശുവിനെ കേന്ദ്രമാക്കി. കർത്താവിനെ വിട്ട് അവനൊന്നുമില്ല. അവൻ്റെ ധനം യേശുവാണ്, അവൻ്റെ മാധ്യമം യേശുവാണ്. ഒരു വീഡിയോ ഒരിക്കൽ ചെയ്ത് ഞാൻ ഓർക്കുന്നു. 16-ാം സംഘത്തെ ബേസ് ചെയ്ത് ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്ന വാക്യത്തെ അടിസ്ഥാനമാക്കി ഒരു വീഡിയോ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. എൻ്റെ കർത്താവാണ് എൻ്റെ മാധ്യമം, എൻ്റെ കർത്താവാണ് എൻ്റെ ലക്ഷ്യം. പൗലോസും ഫിലിപ്പിയത്തിൽ പറഞ്ഞതിലെ ക്രിസ്തുവിനെ നേടണം, വേറൊന്നും എനിക്ക് വേണ്ട. അവൻ്റെ നിമിത്തം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറന്നുണ്ടെന്നു. പ്രിയമുള്ളവരെ, ഇതാണ് വിശ്വാസ ജീവിതം. ഇതല്ലാത്തത് വിശ്വാസ ജീവിതം എന്ന് പറയാൻ സാധ്യമല്ല. പകുതി കർത്താവും പകുതി ലോകവും പകുതി മനുഷ്യനും. അത് ക്രിസ്തീയ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതമാണോ? പൂർണ്ണമായി, ടോട്ടലി, സമ്പൂർണമായി കർത്താവിനേത്. അപ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുമ്പോൾ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഇതാണ്: ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം. അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു യേശുവാണ്. യേശുവിനേക്കാൾ വലുതായിട്ട് അവർക്കൊന്നുമില്ല, യേശുവിനേക്കാൾ പ്രധാനമായിട്ട് ഒന്നുമില്ല, യേശുവിനേക്കാൾ വിലയേറിയത് ഒന്നുമില്ല. പൗലോസിൻ്റെ ഭാഷയിൽ അവൻ്റെ പ്രാണൻ പോലും വിലയേറുന്നതല്ല. അതാണല്ലോ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രാണൻ പോലും വിലയേറുന്നതല്ല. കാരണം അതിലും വിലയേറിയവനാണ് യേശു. നമുക്കിന്ന് അങ്ങനാണോ? നമ്മുടെ ജീവിതം വിശ്വാസികളാണ്, കർത്താവിനോട് കൂടി ഇരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരാ, നമ്മുടെ വാക്കിലും പാട്ടിലും ഒക്കെ ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ ഇതുണ്ടോ? ഈ ചോദ്യത്തിന് നാം തന്നെ ഉത്തരം കണ്ടത്. ഞാൻ വിശ്വാസത്താൽ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചിലർ പറയുന്ന പോലെ ജോലിയൊന്നും ചെയ്യാതെ
അല്ലെങ്കിൽ സുവിശേഷ വേല മാത്രം ചെയ്ത് ഇടവും വലവും നോക്കാതെ അങ്ങ് മാത്രം ഇരിക്കുന്ന ആ അർത്ഥത്തിലല്ലെന്ന എൻ്റെ വിശ്വാസം. ഓരോ വിശ്വാസിക്കും ഇത് ബാധകമാണ്. കാരണം ഇബ്രാഹിം പറഞ്ഞത് ഞങ്ങളുടെ പാസ്റ്റർമാരെല്ലാം വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ല, അങ്ങനെ പറഞ്ഞില്ല. എൻ്റെ നീതിമാനാരോ അവനാ വിശ്വാസത്താൽ ജീവിക്കുന്നത്. അപ്പോൾ വിശ്വാസിക്ക് കേന്ദ്ര ബിന്ദു യേശു ക്രിസ്തുവാണ്, കർത്താവിലാണ് ആശ്രയം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, വളരെ ഈ അടുത്ത കാലത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ജോർജ് പീറ്റർ എഴുതിയ പാട്ടാണ്. ഞാൻ മിക്കവാറും അത് പാടും. അത് എവിടെ കേട്ടാലും ശ്രദ്ധിക്കും. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവ ഒന്നേ എൻ്റെ ആഗ്രഹം, കഷ്ടമോ നഷ്ടമോ എന്തു വന്നാലും കർത്താവിൻ പാദം ചേർന്ന് ചെല്ലും ഞാൻ. കർത്താവിലെൻ്റെ ആശ്രയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്രൈസ്തവ ഗാനങ്ങളൊന്നാണ്. കർത്താവിലെൻ്റെ ആശ്രയം. എത്ര ദൃഢതയാണ്, എത്ര ധൈര്യമാണ് നമുക്കത് പറയാൻ കഴിയുമോ? എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, എൻ്റെ ജീവിതത്തിൻ്റെ അഭിലാഷം, എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും പലവിധേനം. പൗലോസ് പറഞ്ഞത് എന്നെ ഭയപ്പെടുത്തുന്ന വാക്യമാണത്. പലവിധേനയും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചാൽ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്ന് നിന്നു. ലോകത്തുള്ള സകലവും പൗലോസിനെ സംബന്ധിച്ച് ക്രിസ്തുവും ലോകവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പൗലോസിന് ലോകത്തുള്ള എല്ലാം ചവറാ. ഒരു തട്ടിൽ ലോകവും ഒരു തട്ടിൽ യേശു ക്രിസ്തുവും വെച്ചിട്ട് നോക്കിയാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്താൽ ജീവിച്ചവനെ. അതുകൊണ്ടാണ് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം ചവറ്. ഇന്നോ ഈ ചവറിനെ കെട്ടിപ്പിടിക്കാൻ, ചവറിനെ ആലിംഗനം ചെയ്യാൻ, ചവറിൻ്റെ പുറകെ അയ്യോ എന്ത് തൃഷ്ണയോടാ ഓടുന്നേ എന്നിട്ട് പറയുന്നെന്താ വിട്ടുപിരിഞ്ഞ എല്ലാവരും അവിടെ ഇരിക്കും. ശുദ്ധ അബദ്ധം. ക്രിസ്തുയേശുവിലെ വിശ്വാസം നമുക്കുണ്ടോ? യഥാർത്ഥ വിശ്വാസമുണ്ടോ? ക്രിസ്തുവായിരിക്കും നമ്മുടെ കേന്ദ്രബിന്ദു. കർത്താവിനെ പ്രസാദിപ്പിക്കണം, അവൻ്റെ ഇഷ്ടം ചെയ്യണം, അവന് വേണ്ടി ജീവിക്കണം, അവൻ്റെ മഹത്വമായിരിക്കണം എന്നുള്ളത്. അല്ലാതെ ഒരു അജണ്ടയും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. അപ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുമ്പോൾ, അല്ല വിശ്വാസ ജീവിതത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ ലോകത്തിലേക്കും ശ്രേഷ്ഠമായ ജീവിതമാണ് വിശ്വാസ ജീവിതം. 2, യേശുക്രിസ്തു കേന്ദ്രീകൃതമായ ആ ജീവിതം, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നമുക്ക് നമ്മുടെ ആയുസ്സിൽ ആ ജീവിതത്തിൽ ആ നിലയ്ക്ക് എത്ര നാൾ നമുക്ക് തരുന്നു അത്രയും നാൾ യേശുക്രിസ്തുവിനെ കേന്ദ്രബിന്ദുവാക്കി വെച്ചുകൊണ്ട് ക്രിസ്തുവിൽ അധിഷ്ഠിതരായി നാം ജീവിച്ചു അവനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ കർത്താവിൽ വസിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിത്യം വസിക്കാനൊക്കെ പാടുന്നുണ്ട്. പക്ഷേ അവനിൽ വസിച്ച് കർത്താവിനുള്ളവരായി ക്രിസ്തുവിനാൽ നിറഞ്ഞവരായി നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ധന്യമാണ്, എത്ര ശ്രേഷ്ഠമാണ്. കർത്താവ് അനുവദിച്ചാൽ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചിന്തിക്കാം. ദൈവജനമേ, വിശ്വാസമുള്ള ജീവിതം നാം തിരഞ്ഞെടുത്തെങ്കിൽ ലോകത്തുള്ള മറ്റ് ജീവിതം എല്ലാം കാഴ്ചയുടെ ജീവിതങ്ങളാണ്, അല്ലെങ്കിൽ അത് ഭൗതിക കാര്യങ്ങൾ അധിഷ്ഠിതമാണ്. ക്രിസ്തീയ ജീവിതം മാത്രമേ വിശ്വാസത്തിൻ്റെ ജീവിതമുള്ളൂ. അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടവനെ വിശ്വസിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതിതാ ലോകത്തിലേക്കും ശ്രേഷ്ഠമായ ജീവിതമാണ്. ലോകത്തിലേക്കും നിത്യതയോളം നിലനിൽക്കുന്ന ഭാഗ്യകരമായ ജീവിതം കൂടെയാണ്. മാത്രമല്ല അത് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമാണ്. ക്രിസ്തു കേന്ദ്രീകൃതമല്ലെങ്കിൽ ഞാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് പറയുവാൻ സാധ്യമല്ല. അതാണ് യാഥാർത്ഥ്യം. ഈ നാളുകളിൽ യഥാർത്ഥ വിശ്വാസികളായി വിശ്വാസത്താൽ ജീവിക്കുന്നവരായി നമുക്ക് മാറാൻ കർത്താവിനെ ചോദിച്ചാൽ ബാക്കി കാര്യങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നുള്ള വാക്യത്തെ അടിസ്ഥാനമാക്കി വിശ്വാസ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായ വശങ്ങൾ ചിന്തിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അതാ ഈ ലോകത്തിലേക്കും ഭാഗ്യകരമായ ജീവിതം അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ ജീവിതമാണല്ലോ. സമാധാനപൂർണ്ണമായ, സന്തോഷപൂർണ്ണമായ, പ്രത്യാശാപൂർണ്ണമായ ജീവിതമാണല്ലോ വിശ്വാസ ജീവിതം. അത് മാത്രമല്ല, ക്രിസ്തു കേന്ദ്രീകൃതമായി കർത്താവിനെ വിട്ട് ഒന്നുമില്ലാതെ യേശുവിൽ അധിഷ്ഠിതരായി ജീവിക്കുന്ന ജീവിതമാണല്ലോ ക്രിസ്തീയ ജീവിതം. അപ്രകാരം ജീവൻ നയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അതിനെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് ഇടപെടണമേ, സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായി മാറുവാൻ സഹായിക്കണമേ.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.